ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. വഴിത്തിരിവിൻ്റെ ഒരു ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. ഗ്രഹങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നതാണ്. ആദിത്യൻ നവംബർ 16 ഞായറാഴ്ച പകൽ 1:37 തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്ക് സംക്രമിക്കുന്നു. വിശാഖം അനിഴം ഞാറ്റുവേലകളാണ് ഈ ആഴ്ച തുടങ്ങുന്നത്. നവംബർ 19, 20 തീയതികളിലായി അമാവാസി വരുന്നു. നവംബർ 21 വെളുത്ത പക്ഷവും ഹേമന്ത ഋതുവും മാർഗശീർഷ മാസവും ആരംഭിക്കുന്നു. വ്യാഴം കർക്കിടകത്തിൽ വക്രഗതിയിലാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും തുടരുന്നു. ശനി മീനം രാശിയിൽ പൂരുരുട്ടാതിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. ബുധനും ചൊവ്വയും വൃശ്ചികത്തിലും ശുക്രൻ തുലാത്തിലും സഞ്ചരിക്കുന്നു. കുജബുധന്മാർക്ക് മൗഢ്യമുണ്ട്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. ശരിയായ ദിശയിൽ തന്നെയാകും നിങ്ങളുടെ മുന്നേറ്റമുണ്ടാകുക. ഔദ്യോഗിക കാര്യങ്ങളിൽ അമാന്തമുണ്ടാകുന്ന വാരമല്ല. എല്ലാവരെയും ഒപ്പം നിർത്തുവാൻ സാധിക്കും. സമയനിഷ്ഠ പ്രശംസിക്കപ്പെടുന്നതാണ്. മാനസിക സൗഖ്യം പ്രതീക്ഷിക്കാം. സ്വകാര്യ ജീവിതത്തിൽ സന്തുഷ്ടി ഉണ്ടാകുന്ന കാലമാണ്. ഇഷ്ടജന സല്ലാപ സമാധികൾക്ക് അവസരം വന്നു ചേരും. പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ശ്രോതാവിന് വിശ്വാസം ഭവിക്കുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത അനിവാര്യമായ ആഴ്ചയാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ കഴിയും. അതുപോലെ തുടങ്ങിക്കഴിഞ്ഞവ കൂടുതൽ കരുത്ത് നേടി മുന്നോട്ട് പോകുകയും ചെയ്യുന്ന വാരമാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകും. പ്രണയ കാര്യങ്ങളിൽ വീട്ടുകാരുടെ എതിർപ്പ് തുടർന്നേക്കുന്നതാണ്. ചെറിയ കാര്യങ്ങൾ നേടുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. എന്നാൽ വലിയ നേട്ടങ്ങൾ അനായാസം സാധിക്കുവാനും കഴിയുന്ന വാരമാണ്. നിയമപ്രശ്നങ്ങളിൽ വിദഗ്ധ ഉപദേശം കിട്ടിയേക്കും. ശാസ്ത്ര വിഷയങ്ങളിൽ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്ന വാരമാണ്. വാരാന്ത്യത്തിൽ മനക്ലേശമുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ കരുതൽ പുലർത്തുന്നത് ഗുണകരമാകും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ അധ്വാനത്തിന് തക്ക പ്രതിഫലം ലഭിക്കുന്ന വാരമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ താൽക്കാലിക നിയമനം പ്രതീക്ഷിക്കാം. സന്ധി സംഭാഷണങ്ങൾക്ക് ഫലം കാണുന്നതാണ്. പിതൃബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കം അവസാനിച്ചേക്കും. മുന്തിയ വസ്ത്ര ആഭരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. പുതിയ കാര്യങ്ങളിൽ പഠിച്ചറിയുവാൻ സമയം നീക്കിവെക്കേണ്ടി വരും. വാരാദ്യം ചില അനിശ്ചിതത്വങ്ങളെ നേരിടേണ്ടി വരുന്ന വാരമാണ്. മനസ്സിനെ വൈകല്യം ബാധിക്കും. ഉറക്കം കുറയാം. കുടുംബജീവിതത്തിൽ സംതൃപ്തി ഭവിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ചന്ദ്രന് പൂർണ്ണ ബലഹാനി വരികയാൽ ബുധനാഴ്ച വരെ പുതു കാര്യങ്ങൾ തുടങ്ങരുത്. മാനസികമായ സൗഖ്യം കുറയാം. ഭാവി കാര്യങ്ങളിൽ അവ്യക്തത വരുന്നതാണ്. ക്രമേണ ഗുണസ്ഥിതി ഭവിക്കും. ബിസിനസ്സിൽ നടപ്പാക്കിയ തന്ത്രങ്ങളെല്ലാം തന്നെ ഫലം കണ്ടു തുടങ്ങുന്നതാണ്. സർക്കാരിൽ സമർപ്പിച്ച പ്രൊജക്റ്റുകൾക്ക് ഉപാധികളുടെ അനുമതി പ്രതീക്ഷിക്കാം. മേലധികാരിയുടെ പ്രത്യേക ദൗത്യ സംഘത്തിൽ ഉൾപ്പെടും. ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് നവോന്മേഷം കൈവരുന്ന വാരം കൂടിയാണ്. അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ്. മുൻപ് നിങ്ങൾ പലവട്ടം പരിശ്രമിച്ചിട്ടും നേടാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ലഘുപ്രയത്നത്താൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം പ്രയോജനപ്പെടും. സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പോംവഴി കിട്ടുന്നതാണ്. കർമ്മരംഗത്ത് എതിർപ്പുകൾ ഉണ്ടാകും. എന്നിരുന്നാലും അവയെല്ലാം നേരിടുവാനുള്ള ശക്തിയും ഊർജവും ലഭിക്കുന്ന വാരമാണ്. കുടുംബ ചുമതലകളെല്ലാം തന്നെ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും. പ്രബന്ധ അവതരണം അഭിനന്ദനത്തിന് കാരണമാകും. വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാകേണ്ട വാരമാണ്. ക്ഷേത്ര ഉത്സവത്തിൻ്റെ ചുമതല നിങ്ങൾക്ക് കൈവരുന്ന വാരം കൂടിയാണ്.
അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ജീവിത പ്രശ്നങ്ങളെയെല്ലാം തന്നെ സധൈര്യം നേരിടും. ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുവാനുള്ള മനസ്സുണ്ടാകും. ആദർശവാനാണെന്ന് വിചാരിച്ചേക്കും, പക്ഷേ പ്രായോഗികതയ്ക്കാകും നിങ്ങൾ വളരെയധികം മുൻതൂക്കം കൊടുക്കുക. സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകൾ സൂക്ഷിക്കുന്നത് വളരെയധികം ഗുണകരമാകും. വിദ്യാർത്ഥികൾ കലാപരിശീലനത്തിന് സമയം കണ്ടെത്തുന്നതാണ്. ഭാവന വിലാസമുണ്ടാക്കും. മകന് പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണം വാങ്ങി നൽകേണ്ടി വരുന്നതാണ്. മകളുടെ ജോലിക്കാര്യത്തിൽ ചില ശുഭകരമായ സൂചനകൾ ലഭിക്കുന്ന വാരമാണ്. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ഈഗോ മൂലം തർക്കം ഏർപ്പെടുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. കണക്ക് കൂട്ടിയതുപോലെ തന്നെയാകും എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുടെ നടന്നു കിട്ടുക. ഒപ്പമുള്ളവരുടെ സഹകരണം ഉറപ്പിക്കുന്നതിൽ വിജയിക്കുന്നതാണ്. വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധാപൂർവം ഒഴിഞ്ഞു നിൽക്കുകയാണ് ഉത്തമം. മുന്നോട്ട് വച്ച പദ്ധതികളെല്ലാം തന്നെ വേഗത്തിൽ നടപ്പിലാക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ വാഹനം ഉപയോഗപ്രദമായി അനുഭവപ്പെടുന്നതാണ്. ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരെയധികം ഉയരുവാൻ കഴിയും. മനക്ലേശങ്ങളെയെല്ലാം സഹജമായ കഴിവാൽ മറികടക്കുവാൻ കഴിയുന്നതാണ്. ഗവൺമെന്റിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ വന്നു ചേരും. വെള്ളി ശനി ദിവസങ്ങളിൽ കൂടുതൽ മേന്മ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. സ്വന്തം ബിസിനസിന്റെ വളർച്ചയ്ക്കായി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. വിപണന തന്ത്രങ്ങൾ ഫലം കാണുന്നതാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കുടുംബത്തോടൊപ്പം കൂടിയാലോചിക്കുന്നത് ഗുണകരമാകും. മകന്റെ വിദേശ ഉപരിപഠനത്തിന് തയ്യാറെടുക്കും. ഗൃഹത്തിന്റെ ജീർണോദ്ധാരണത്തിന് പ്രതീക്ഷിച്ചതിലും ചെലവ് വന്നു ചേരും. നിങ്ങളുടെ സഹോദരങ്ങളുടെ ഉദാരമായ സഹായം പ്രതീക്ഷിക്കാം. മാതാപിതാക്കൾക്കൊപ്പം ക്ഷേത്ര ദർശനം നടത്തുന്നതാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ വലുതായ സമ്മർദ്ദമുയരും. ജനങ്ങളുടെ സ്വീകാര്യതയിൽ സ്വയം സംശയിക്കുവാനും ഇടവരുന്ന വാരമാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധന് മൗഢ്യം തുടരുന്നതിനാൽ ആരംഭിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരും. പഠനത്തിൽ അലസരാകുന്നതാണ്. ആശയവിനിമയത്തിൽ തടസ്സങ്ങളുണ്ടാകും. ബന്ധുക്കളുടെ വിയോജിപ്പ് പല കാര്യങ്ങളിലും വന്നുചേരും. വ്യാപാരത്തിൽ പുരോഗതി കുറയുന്നതാണ്. നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം കിട്ടണമെന്നില്ല. വിഷമം പിടിച്ച ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അംഗീകാരങ്ങളെല്ലാം അനർഹരായ ആളുകൾക്ക് കിട്ടുന്നതിൽ വിഷമം തോന്നുന്നതാണ്. എന്നിരുന്നാലും എല്ലാവിധ കാര്യങ്ങളിലും കുടുംബത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് കരുത്ത് സമ്മാനിക്കുന്ന വാരമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. ഒട്ടും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് ധനവ്യയവും സമയനഷ്ടവും ഉണ്ടാകും. ചിന്തയും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടാതെ വരും. ധനവിനിയോഗത്തിൽ വളരെയധികം നിയന്ത്രണമുണ്ടാകണം. കച്ചവടത്തിൽ പങ്കാളികളെ ചേർക്കുന്നത് വളരെയധികം കരുതലോടെ വേണ്ടതാണ്. വിജയത്തിന് തിളക്കം കുറയാം. നിങ്ങളുടെ ജന്മനാട്ടിലെ ഉത്സവത്തിന് പങ്കെടുക്കുവാൻ സാധിക്കും. മുതിർന്നവരുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കുന്ന വാരമല്ല. 4-ാം ഭാവത്തിലെ പാപഗ്രഹങ്ങൾ മനസ്സുഖം കുറയ്ക്കുന്നതാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വരാം. ഞായർ വെള്ളി ശനി ദിവസങ്ങൾക്ക് വളരെയധികം മേന്മ കുറയുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടായാലും അവയെല്ലാം അതിവേഗം മറികടക്കുവാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗ സംബന്ധമായ യാത്രകൾ നേട്ടത്തിന് കാരണമാകും. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഗൃഹത്തിൽ പൂജാതി കാര്യങ്ങൾ നടക്കുന്നതാണ്. അകലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥലം മാറ്റം വീടിനടുത്തേക്ക് വരുന്നത് ഗുണകരമാകും. മകന്റെ പുതിയ സംരംഭത്തിന് കഴിയുന്നതും സഹായം നൽകുവാൻ കഴിയുന്നതാണ്. വീട്ടിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നവീകരിക്കേണ്ടി വരും. മനസമാധാനം തെല്ല് കുറയുന്ന കാലം കൂടിയാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. തൊഴിൽ രംഗത്തെ മാന്ദ്യത്തിന് അവസാനമുണ്ടാകും. ഉപഭോക്താക്കളുടെ പ്രീതി നേടുന്ന തരത്തിൽ വളർച്ച ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ വായ്പയ്ക്കുള്ള അപേക്ഷ പരിഗണിക്കപ്പെടും. ഉദ്യോഗസ്ഥർക്ക് അമിത ജോലിഭാരം ഉണ്ടാകുന്ന വാരമല്ല. കഴിവുകൾ മേലധികാരികൾ തിരിച്ചറിയുന്നതാണ്.
പാഴ്ചെലവുകൾ നിയന്ത്രിക്കേണ്ടി വരും. സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയുവാൻ ക്ഷമ കാണിക്കും. സ്ത്രീകളുടെ സഹായവും പിന്തുണയും ലഭിക്കുന്ന വാരമാണ്. കുടുംബ അന്തരീക്ഷം സ്വൈര്യമുള്ളതാകും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സുഖം കുറയുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. സ്വാശ്രയ കാര്യങ്ങൾ പുരോഗതിയിലാക്കിയാൽ സന്തോഷിക്കുവാൻ കഴിയും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വൈമുഖ്യമുണ്ടാകുന്ന വാരമല്ല. കുടുംബ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ഉന്നത ഉദ്യോഗസ്ഥർ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നക്ഷത്രാധിപനായ ചന്ദ്രന് ബലഹാനി വരികയാൽ വാരത്തിൻ്റെ തുടക്കം നവീനമായ തീരുമാനങ്ങൾക്ക് ഉചിതമല്ല. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ഐക്യം കുറയുന്നതാണ്. തിരിച്ചടവുകൾക്ക് ധനം കണ്ടെത്തുവാൻ ക്ലേശിക്കേണ്ടി വരും. വെള്ളി ശനി ദിവസങ്ങളിൽ ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഉന്നമനേച്ച മനസ്സിലുണ്ടാകുമെന്നാൽ പ്രവർത്തനത്തിൽ ആലസ്യം നിറയുന്ന വാരമാണ്. നിങ്ങൾ ആകർഷിച്ച പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യതകൾ മനസ്സിനെ അലട്ടുവാനിടയുണ്ട്. പോം വഴികളൊന്നും തെളിയുന്ന വാരമല്ല. മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാൻ സന്നദ്ധരാകുന്നതാണ്. ബന്ധുക്കളുടെ തർക്കങ്ങളിൽ നിശബ്ദത പാലിക്കുകയാകും ഉത്തമം. പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള സന്ദർഭം വന്നുചേരും. വാരം മധ്യ ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. സ്വന്തം തൊഴിലിൻ്റെ വളർച്ചയ്ക്ക് അത്യധ്വാനം ആവശ്യമായി വരും. മുതൽ മുടക്കിയ തുക അല്പമല്പമായി വന്നു തുടങ്ങും. ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്നതാണ്. പുതുതലമുറയുമായി ഭിന്നത വരുന്നത് കുടുംബ അന്തരീക്ഷത്തെ ബാധിച്ചേക്കാം. വാഹനത്തിന് അറ്റകുറ്റപ്പണി വരുവാനിടയുണ്ട്. വാക്സ്ഥാനത്ത് പാപഗ്രഹങ്ങൾ ഉള്ളതിനാൽ സംഭാഷണത്തിൽ പാരുഷ്യം വന്നേക്കാം. പ്രണയ അനുഭവങ്ങൾ പുഷ്കലമാകും. കരാറുകൾ പുതുക്കി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. വ്യായാമാദി കാര്യങ്ങൾക്ക് മുടക്കം വരുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. അടുക്കും ചിട്ടയും പുലർത്തുവാൻ കഴിയും. കൂട്ടുകെട്ടുകൾ നിയന്ത്രിക്കാൻ കഴിയാതെ വിഷമിക്കുന്നതാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുവാനും സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. എന്നാൽ വലിയ കുതിപ്പിനൊന്നും വഴി കാണില്ല. പാപഗ്രഹങ്ങൾ ജന്മനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭശീലം വർദ്ധിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ആസൂത്രണ മികവ് കർമ്മരംഗത്ത് പ്രതിഫലിക്കും. ലക്ഷ്യത്തിലെത്തുവാൻ സഹപ്രവർത്തകർ പിന്തുണയ്ക്കുന്നതാണ്. അശുഭ ചിന്തകൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. മേലധികാരിയുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കാം. കടം കൊടുത്ത പണം തിരികെ കിട്ടുന്നതാണ്. ബിസിനസ് ചർച്ചകൾ പ്രയോജനപ്രദമാകും. ആത്മീയ സാധനങ്ങൾ മുടങ്ങുന്ന വാരമല്ല. മകളുടെ ഉപരി വിദ്യാഭ്യാസത്തിൽ വ്യക്തത വരുന്നതാണ്. ദേഹക്ലേശമുണ്ടാകും. ചിലപ്പോൾ വൈദ്യസഹായം വേണ്ടി വരുന്നതാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നക്ഷത്രാധിപനായ ബുധന് വക്രവും മൗഢ്യവും വരികയാൽ തടസ്സങ്ങളുണ്ടാകും. ചില കാര്യങ്ങളിൽ സാധാരണ ചെയ്യുന്നവ മുടങ്ങില്ല. കാര്യാലോചനകളിൽ ശോഭിക്കുന്നതാണ്. സ്വയം തിരുത്തുവാൻ ശ്രമിച്ചേക്കും. സഹോദരൻ സഹായം നൽകും. പിണക്കം കഴിഞ്ഞവർക്ക് കൂടിച്ചേരുവാനുള്ള അവസരം സംജാതമാകും. സാമ്പത്തികമായ കാര്യങ്ങളിൽ രേഖ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ശാരീരിക അധ്വാനം കൂടുന്നതാണ്. ചെലവിനങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ജോലിയിൽ നൈപുണ്യം പ്രകടിപ്പിക്കും. ജനസമ്മതി വർദ്ധിക്കുന്നതാണ്. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. അപവാദങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിക്കും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകുന്നതാണ്. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ സഹപ്രവർത്തകരുമായി തർക്കത്തിലേർപ്പെടാം. പുരയിടത്തിന് വേലി കെട്ടുക, വളമിടുക തുടങ്ങിയ ചിലവുകൾ വന്നു ചേരും. തിടുക്കത്തിൽ ചില ശുഭകാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുന്നതാണ്. വിവരശേഖരണാർത്ഥം സഞ്ചാരമുണ്ടാകും. ബന്ധുക്കളുടെ കാര്യത്തിൽ ഭിന്നചേരിയിൽ നിൽക്കുവാൻ ഇടയുള്ള വാരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. കഠിന അധ്വാനമില്ലാതെ തന്നെ നേട്ടങ്ങൾ കവരും. രോഗാവസ്ഥ മാറി പൂർവ്വ ഉന്മേഷത്തിലെത്തുന്നതാണ്. സമാധാനം വളരെയധികം വന്നുചേരും. ശ്രദ്ധയോടെ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുവാൻ ശ്രമിക്കുന്നതാണ്. ഭിന്നപക്ഷത്തോടും സഹിഷ്ണുത പുലർത്തുന്നതാണ്. വിശ്വസ്തരായ സുഹൃത്തുക്കൾക്കൊപ്പം ചെറു യാത്രകൾ അല്ലെങ്കിൽ നവസംരംഭങ്ങൾ എന്നിവയുണ്ടാകും.
വില കൂടിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങൾക്ക് വളരെയധികം ഗുണം പ്രതീക്ഷിക്കാം. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. സാഹസികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. തൊഴിലിൽ പുതിയ സംവിധാനങ്ങളും സാങ്കേതികതയും പ്രാവർത്തികമാക്കും. സഹപ്രവർത്തകർ സഹകരണം മുതൽക്കൂട്ടാകുന്നതാണ്. വിദേശ ധനം ലഭിക്കുവാൻ ഇടയുണ്ട്. കുടുംബ ബന്ധം സന്തുഷ്ടിയേകും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായ അവസരങ്ങൾ തേടിയെത്തും. ആലോചന യോഗങ്ങളിൽ സന്തുലിത വീക്ഷണം പുലർത്തുന്നതാണ്. യാത്രാക്ലേശത്തിനും ദേഹസൗഖ്യക്കുറവിനും സാഹചര്യമുണ്ടാകും. പ്രണയത്തിന്റെ കാര്യത്തിൽ തടസ്സങ്ങളുണ്ടാകാം. തെറ്റിദ്ധാരണകൾ ഉയരുന്ന വാരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. 9-ാം ഇടം മുതൽ 11-ാം ഇടം വരെ ചന്ദ്രസഞ്ചാരം വരികയാൽ നേട്ടങ്ങൾക്കായിരിക്കും മുൻഗണന. സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനമുയരും. കക്ഷി രാഷ്ട്രീയത്തിൽ പ്രബലരാകുന്നതാണ്. ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും. പുതിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വളരെയധികം ഗുണം തരുന്നതാണ്. എഴുത്ത്, വായന, കലാപ്രവർത്തനം എന്നിവ അപങ്കുരമാകും. ജീവിത നിലവാരം വളരെയധികം ഉയരുന്ന വാരമാണ്. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയുണ്ടാകും. പൂർവിക സ്വത്ത് സംബന്ധിച്ച രേഖകൾ കൈവശം വന്നു ചേരും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. നല്ല ഫലങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാകുന്ന വാരമാണ്. അധ്വാന ശക്തി പാഴാകുകയില്ല. പുതിയ കാര്യങ്ങളും പഴയ കാര്യവും സമന്വയിപ്പിക്കുന്നതിൽ വിജയിക്കുന്നതാണ്. ഉന്നമനേച്ഛയോടെ തന്നെ കർമ്മരംഗത്ത് മുഴുകുവാൻ കഴിയും. ബിസിനസ്സിനുള്ള ലോൺ അല്ലെങ്കിൽ അപേക്ഷ പരിഗണിക്കപ്പെടാം. കൈവായ്പകൾ മടക്കി കിട്ടുന്നതാണ്. മകന്റെ ഉപരിപഠന കാര്യത്തിൽ തൃപ്തി അനുഭവപ്പെടും. കൂട്ടുകാരുമൊത്ത് ഗതകാല സ്മരണകളിൽ മുഴുകുവാനുള്ള അവസരം സംജാതമാക്കും. കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റം വളരെയധികം ഗുണപ്രദമാകും. ഗൃഹത്തിൽ ചില അറ്റകുറ്റപ്പണികളും വന്നു ചേരുന്ന വാരമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. ഞായറും തിങ്കളും അഷ്ടമ രാശിക്കൂർ വരികയാൽ കാര്യതടസ്സങ്ങൾ ഉണ്ടാകും. ചിലതൊക്കെ പകുതി പൂർത്തിയാക്കുവാനേ കഴിഞ്ഞുള്ളൂ എന്ന് വരാം. ചൊവ്വയും ബുധനും ഭാഗികമായ ഗുണങ്ങളുള്ള ദിവസങ്ങളാക്കും. അധ്വാനത്തിലൂടെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മേലധികാരിയുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയുന്നതാണ്. യാത്രകൾ വേണ്ടിവരും. സമയനിഷ്ഠ ഭംഗപ്പെടാം. മറ്റു ദിവസങ്ങളിൽ സ്വസ്ഥതയുണ്ടാക്കും. തിടുക്കമില്ലാത്ത നിർവഹണത്തിൽ ഏർപ്പെടുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. സമ്മിശ്ര അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഔദ്യോഗികമായി ശ്രമകരമായിട്ടുള്ളതുമായ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ആത്മവിശ്വാസത്തിന് ഉലച്ചിൽ വരുന്നതാണ്. ഉപാജപങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുവാൻ വളരെയധികം കരുതലുണ്ടാകണം. കടബാധകൾ ഇടയ്ക്കിടെ വ്യാകുലത സമ്മാനിക്കും. വാരം മധ്യം മുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. നിലപാടുകൾക്ക് സ്വീകാര്യതയുണ്ടാകും. വാഗ്ദാനങ്ങൾ പാലിക്കും. നവീന ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതാണ്. ജീവിത പങ്കാളിയുടെ ഓൺലൈൻ ബിസിനസ്സിൽ വളർച്ചയ്ക്കുള്ള ശ്രമം പ്രതീക്ഷിക്കാം. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റ ഉത്തരവ് ലഭിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ സാഹചര്യം അനുകൂലമാണ്. ആത്മശക്തിയിൽ വളരെയധികം വിശ്വാസമുണ്ടാകും. നക്ഷത്രാധിപനായ ശനി വക്രഗതിയിൽ തുടരുന്നതിനാൽ ചിലപ്പോൾ ആലസ്യമുണ്ടാകും. ഇടപാടുകൾക്ക് രേഖ സൂക്ഷിക്കുന്നത് വളരെയധികം ഗുണകരമാകും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അഷ്ടമ രാശി വരികയാൽ നവസംരംഭങ്ങൾ ഒഴിവാക്കുക. ബന്ധുവിന് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകും. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ഐക്യം ദൃഢമാകുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. നക്ഷത്രാധിപനായ ബുധന് വക്രമൂക്യം വരുന്നത് ആശ്വാസമാകില്ല. മുൻപെടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും. തൊഴിലിടത്തിൽ പുതിയ ചില ക്രമീകരണങ്ങൾ ഉണ്ടാകും. തന്മൂലം പ്രയാസങ്ങൾ വരുവാനിടയുണ്ട്. ഭോഗസുഖമുണ്ടാകും. വീട്ടുകാർക്കൊപ്പം പുറമെന്നും ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്നതാണ്. തർക്കങ്ങളും ആരോപണങ്ങളും വ്യക്തിപരമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗക്ലേശിതർ ആരോഗ്യ പരിശോധനയിൽ അലംഭാവം വരുത്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മനോവകർമ്മങ്ങളിൽ ജാഗ്രത വേണ്ട വാരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.